ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മെൻ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അമിതാഭ് ബച്ചൻ നായകനായിട്ടും പ്രഭാസ് വില്ലനായിട്ടും വന്നിട്ടുള്ള കൽക്കി 2898 എന്ന ചിത്രം കണ്ടതിനു ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം വേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ മൃണാൽ താക്കൂറിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ പശുപതിയുടെ ക്യാരക്ടർ ഒരു സ്ക്രീൻ പ്രൊജക്ട് ചെയ്തു വരുന്ന രീതിയിൽ സംസാരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരാളുടെ കയ്യിലെ വസ്തുവിൽ നിന്നും ശോഭനയുടെ ക്യാരക്ടറിനെയും കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സീനിൽ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കാണിക്കുന്ന സമയം അവിടെ ഇങ്ങനെ ആ സ്ക്രീൻ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ പശുപതിയുടെയോ ശോഭനയുടെയോ ക്യാരക്ടറിനെയോ ആ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന വസ്തുവിനെയോ ഒന്നും തന്നെ കാണുന്നില്ല. എന്നാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സീനുകളിൽ ആദ്യം കാണിച്ചതുപോലെ തന്നെ വീണ്ടും കാണിക്കുന്നുമുണ്ട്. പിന്നീട് മൃണാലിനെ കൊല്ലുന്ന സീനിൽ മാനസ് വെടിവെക്കുമ്പോൾ അത് കൊള്ളുന്നത് മൃണാലിന്റെ നെഞ്ചിന്റെ താഴെയായി വയറിന്റെ തൊട്ട് മുകളിലായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നീട് അത് കുറച്ചുകൂടി താഴെയായി മൃണാലിന്റെ വയറിന്റെ ഇടത്തെ ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് പ്രഭാസിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ പ്രഭാസ് ഒരു പാലത്തിൽ വെച്ച് കുറെ ആൾക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇടിച്ചതിന്റെ ഫലമായി അവരും പ്രഭാസുമെല്ലാം മുകളിലേക്ക് പോവുകയും തിരിച്ച് താഴേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ സമയം താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാസ് അവിടെയുള്ളവരെ മാറ്റി നിർത്തി കോംപ്ലക്സിലേക്ക് നോക്കുന്നതായും കാണാം. സോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരെല്ലാം താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായി തന്നെ കാണിച്ചിരുന്നു. എന്നാൽ പ്രഭാസ് ഇവരെ തള്ളിമാറ്റി കോംപ്ലക്സിലേക്ക് നോക്കുന്ന സമയം അത്രയും നേരം താഴേക്ക് വീണുകൊണ്ടിരുന്നവർ പ്രഭാസിന് തള്ളി നിൽക്കാൻ വേണ്ടി അനങ്ങാതെ വായുവിൽ നിൽക്കുന്നതായി കാണാം. കൂടാതെ ഇതിന്റെ ഓപ്പോസിറ്റ് ഷോട്ടിലും അത്രയും നേരം താഴേക്ക് വീണുകൊണ്ടിരുന്നവർ പ്രഭാസിന്റെ പുറകിലായി താഴേക്ക് വീഴാതെ വായുവിൽ നിന്നുകൊണ്ട് നീന്തി കളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദീപിക പദുകോണിനെ ആദ്യമായി കാണിക്കുമ്പോൾ അവളുടെ കയ്യിൽ SUMIT എന്നുള്ള പേര് കാണിക്കുന്നുണ്ട്. അവിടെ SU കഴിഞ്ഞ് ഒരു വര കഴിഞ്ഞിട്ടാണ് MIT എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. MIT എന്നുള്ള ഭാഗമാണ് പ്രധാനപ്പെട്ടത്. MIT എന്നുള്ള പേരിൽ അവളെ എടുത്തു വിളിക്കുന്നതായും കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഒരു ഭാഗത്ത് ഇവളുടെ പേര് കാണിക്കുമ്പോൾ അവിടെ SU കഴിഞ്ഞുള്ള ആ വര മാറി SUM കഴിഞ്ഞ് വരയിട്ട് 80 എന്ന് എഴുതിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദീപികയെ രക്ഷിക്കുന്ന ഈ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, കാശിക്കടിയിൽ മുഴുവൻ ഇതുപോലെയുള്ള ഒരുപാട് ടണൽസ് ആണ്, കോംപ്ലക്സിന് പോലും ഇതറിയില്ല എന്ന്. ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ യാസ്കിന്റെ കൂടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഭൂമി മുഴുവൻ തുരന്നുകൊണ്ട് ഭൂമി ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അവരുടെ സ്ഥലത്ത് അവരുടെ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന ആ കാശിയുടെ താഴെയുള്ള ടണലുകൾ അറിയില്ല എന്ന് പറയുന്നത്. കൂടാതെ ഇവളീ ഡയലോഗ് പറഞ്ഞതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ കാണിക്കുന്നുണ്ട് അവിടെ കോംപ്ലക്സിലുള്ള ഒരാൾ പെട്രോളിംഗ് നടത്തുന്നതായിട്ട്. സോ ഇവൾ പറയുന്ന ഈ ഡയലോഗ് തെറ്റാണ് എന്ന രീതിയിലാണ് ഈ കാര്യം കാണിക്കുന്നത്. ഗാന്ധീവം മണ്ണിനടിയിൽ നിന്ന് എടുത്തതിന് ശേഷം ദീപിക ഇവിടെ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം വരുന്നൊരു സീനിൽ ബാനി മാനസിനോട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി മുതൽ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും മിഷനിലും ഈ ഗാന്ധീവത്തിൽ സ്പർശിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ സിനിമയുടെ അവസാനം ഇതേ ഗാന്ധീവം തന്നെയാണ് ബാനി യാസ്കിന്റെ മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുന്നതായി കാണിക്കുന്നത്. സോ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും ഒരു മനുഷ്യനും മിഷനും സ്പർശിക്കാൻ പോലും കഴിയാത്ത ആ ഒരു ഗാന്ധീവം എങ്ങനെയാണ് യാസ്കിന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചതെന്ന് വ്യക്തമല്ല. അതുപോലെ ആ രാത്രി ബാനി ഗാന്ധീവത്തിൽ തൊടാൻ പോകുമ്പോൾ ഗാന്ധീവം ബാനിയെ എടുത്തെറിയുന്നതായി കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബാനി ഭൂമിയിലുള്ള ഒരു വസ്തുവിനും ഒരു മിഷനും പോലും അതിൽ സ്പർശിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ അന്ന് രാത്രി ചരിഞ്ഞു കിടന്നിരുന്ന ആ ഗാന്ധീവം പിന്നെ ഒന്നും സ്പർശിക്കാതെ എങ്ങനെയാണ് പിറ്റേന്ന് മാനസ് വന്നിരുന്നപ്പോൾ നേരെ നിന്നതെന്നും വ്യക്തമല്ല. കൂടാതെ ആ ഒരു മിഷൻ അതിൽ സ്പർശിക്കുമ്പോൾ പോലും അത് ഉരുകിപ്പോകുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ബാനി അതിൽ തൊട്ടിട്ട് ബാനിയുടെ കയ്യിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ബാനിയുടെ വിരലുകളിൽ ആ കറുത്ത നിറമുള്ളത് അതിനു മുന്നേ തന്നെ ഉള്ളതായി കാണിച്ചിട്ടുള്ളതായിരുന്നു. സോ യാസ്കിന് അത് എടുത്തുയർത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ യാസ്കിൻ അത് എടുത്തുയർത്തിയിട്ടും ഒന്നും സംഭവിക്കാത്തത് മനസ്സിലാക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് മിഷൻ പോലും ഉരുകിപ്പോകുന്ന ആ ഗാന്ധീപം ബാനി തൊട്ടിട്ട് ബാനിയുടെ കൈകളിൽ ഒന്നും സംഭവിക്കാതിരുന്നത് എന്നതിനും ഉത്തരമില്ല. പിന്നീട് കോംപ്ലക്സിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ദീപിക അന്നാബെന്നിന്റെയും പശുപതിയുടെയും അടുത്തേക്ക് എത്തുന്നതായി കാണാം. ഈ സമയം ആദ്യം അന്നാബെൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നാബെന്നിന്റെ മൂക്കൂത്തിയുടെ നിറം സ്റ്റീലിന്റെ നിറമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും ദീപികയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന്റെ നിറം മാറി കറുത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ദീപികയെ പിടിക്കാനായി അങ്ങോട്ടേക്ക് കോംപ്ലക്സിലുള്ളവർ വരുമ്പോൾ അന്നാബെൻ അവരുമായി ഫൈറ്റ് നടത്താനായി കാണാം. ഈ സമയം അന്നാബെൻ അവരുടെ വണ്ടിയിൽ കയറി അവരുടെ ഒരാളുടെ കയ്യിലേക്ക് ഒരു കൊച്ചു ബോംബ് ഇട്ടുകൊടുത്ത് ആ ബോംബ് പൊട്ടിത്തെറിപ്പിച്ച് അവരെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ സീനിൽ അന്നാബെൻ അവരുടെ കയ്യിലേക്ക് ആ ബോംബ് ഇട്ടുകൊടുത്ത് ഏകദേശം 8-9 സെക്കൻഡുകൾക്ക് ശേഷം കുറച്ച് സമയമെടുത്ത് തന്നെയാണ് അത് പൊട്ടുന്നതായി കാണിക്കുന്നത്. സോ ഇത്രയും സമയം അവർക്ക് ആ ബോംബ് പുറത്തേക്ക് എറിഞ്ഞു കളയാൻ ധാരാളമായിരുന്നു.
ഇങ്ങനെ അന്നാബൻ ഇവരെ കൊന്നതിനു ശേഷം മാർവലിലെ ഷോക്കർ അങ്ങോട്ടേക്ക് വരികയും ഇവരുടെ വണ്ടിയുടെ പുറകിലെ ഡോറിൽ ഒരു പാലം സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കയറുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ അയാൾ ആ പാലം സെറ്റ് ചെയ്യുന്ന സമയത്ത് 2 അമ്പുകൾ പോലെയുള്ളത് ആ ഡോറിൽ വന്ന് കൊണ്ട് അവിടെ 2 ഹോളുകൾ ഇട്ട് കുറച്ച് ഭാഗം പൊളിഞ്ഞു പോകുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് വരുന്ന പല ഷോട്ടുകളിലും പ്രത്യേകിച്ച് അമിതാഭ് ബച്ചൻ ആ ഡോറ് പൊളിച്ചെടുത്തുകൊണ്ട് എറിയുന്ന സമയത്തെല്ലാം അവിടെ അങ്ങനെ 2 ഹോളുകൾ വന്നതിന്റെ യാതൊരു പാടുകളും കൊടുത്തിട്ടില്ല. കൂടാതെ അമിതാഭ് ഈ ഡോറ് എറിയുന്നതിന് തൊട്ട് മുന്നേയുള്ള സീനിൽ ദീപികയുടെ അടുത്ത് അമിതാഭ് ഇരിക്കുമ്പോൾ ഒരാൾ പുറത്തുനിന്നും വെടിവെക്കുകയും അത് അമിതാഭ് ദീപികയ്ക്ക് കൊള്ളാതെ തടയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഈ സമയം ആ വെടികൊണ്ട് വണ്ടിയുടെ ഭാഗം പൊളിയുകയും അതിനുശേഷം അമിതാഭിന്റെ കയ്യിൽ വന്ന് തട്ടുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഗ്രാഫിക്സിൽ ആദ്യം അമിതാഭിന്റെ കയ്യിൽ വെടികൊള്ളുന്നതായിട്ടും പിന്നീട് വണ്ടിക്ക് ഹോൾ വീഴുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. മറ്റൊന്ന്, പ്രഭാസും അമിതാഭുമായിട്ട് ഫൈറ്റ് നടക്കുന്ന സമയം പ്രഭാസ് ടെക്നോളജി വഴി തന്റെ ഫേക്ക് ആയിട്ടുള്ള കുറെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഈ രൂപങ്ങൾക്ക് യഥാർത്ഥ ശരീരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ തൊടാനോ ഇടിക്കാനോ ഒന്നും തന്നെ കഴിയില്ല എന്ന രീതിയിലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി ഈ ഫേക്ക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ പ്രഭാസിന്റെ യഥാർത്ഥ രൂപവും അവിടെ നിന്ന് പല ദിശയിലേക്ക് ഓടുന്ന സമയത്ത് എല്ലാ രൂപങ്ങളുടെയും കാല് തട്ടി മണ്ണ് തെറിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ ഈ ഷോട്ടിൽ പല ഡ്യൂപ്പുകളെ വെച്ചുകൊണ്ട് പല ദിക്കിലേക്ക് ഓടിക്കുന്നതായി ഷൂട്ട് ചെയ്തത് കൊണ്ടാണ്. പിന്നീട് അവസാനം മാനസും കൂട്ടരും ശംബാല കണ്ടുപിടിക്കുകയും അവിടേക്ക് വന്നുകൊണ്ട് ഫൈറ്റ് നടത്തുന്നതായും കാണിക്കുന്നുണ്ട്. കുറെ നേരം ഫൈറ്റ് ചെയ്തതിനു ശേഷം മാനസ് ഇത് ഫോഴ്സ് ഫീൽഡ് ആയിരുന്നല്ലേ, എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയുള്ള രസം, മാനസും കൂട്ടരും അങ്ങോട്ടേക്ക് വന്ന ആദ്യ ഷോട്ട് മുതൽ തന്നെ അവർ ആ ഫോഴ്സ് ഫീൽഡിലേക്ക് വെടികൾ വെക്കുന്നതായും അത് തകരുന്നില്ല എന്നും കാണിക്കുന്നുണ്ട്. സോ ആ സമയം തന്നെ അത് ഫോഴ്സ് ഫീൽഡ് ആണെന്ന് അവർക്ക് മനസ്സിലാകേണ്ടതാണ്. എന്നിട്ടാണ് കുറെ നേരം അതിലേക്ക് വെടിവെച്ച് കുറെ സമയം കഴിഞ്ഞതിന് ശേഷം ഇത് ഫോഴ്സ് ഫീൽഡ് ആയിരുന്നല്ലേ, എനിക്കറിയില്ലായിരുന്നു എന്ന് മാനസ് പറയുന്നത്. ഈ ഫൈറ്റിൽ തന്നെ മുകളിൽ നിന്നുള്ള ഒരു ഭിത്തി കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയും പ്രഭാസ് ബുജിയുമായി വന്നുകൊണ്ട് അത് തടയുന്നതായും കാണാം. സോ ഈ സമയം പ്രഭാസ് കൈപ്പത്തി മുകളിലേക്ക് പിടിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ആ മെഷീനും പിടിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത ഷോട്ടിൽ പ്രഭാസിനെ മാത്രം കാണിക്കുമ്പോൾ പ്രഭാസ് നേരത്തെ കൈപിടിച്ചതിൽ നിന്നും ഓപ്പോസിറ്റായി താഴേക്ക് പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അതിന്റെ കണ്ടിന്യൂഷനായി ആദ്യത്തെ ഷോട്ട് വീണ്ടും കാണിക്കുമ്പോൾ കറക്റ്റായി മെഷീനും പ്രഭാസും ഒരേപോലെ തന്നെ മുകളിലേക്ക് കൈപ്പത്തി പിടിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ ഫൈറ്റിന്റെ അവസാനം അമിതാഭിന്റെ കഥാപാത്രം ബുജ്ജിയുടെ തല ഒടിച്ചെടുക്കുന്നതായും അതിനുശേഷം പ്രഭാസിനെ പതുക്കെ തലയുയർത്തി നോക്കുന്നതായും കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണിക്കുമ്പോൾ തന്നെ അമിതാഭ് പ്രഭാസിനെ തന്നെ നോക്കിയിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം വരുന്ന ഷോട്ടിൽ ആദ്യത്തെ പോസ് ഓക്കെ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തലയുയർത്തി പ്രഭാസിനെ നോക്കുന്നതായി കാണാം. പിന്നീട് മാനസും മറിയം എന്ന ശോഭനയുടെ ക്യാരക്ടറും തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ മറിയം മാനസിന്റെ മുഖത്ത് ചില മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നതായി കാണാം. എന്നാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഷോട്ടുകളിൽ തന്നെ നെറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്ന മുറിവിന്റെ അളവിൽ വ്യത്യാസം വന്നിരിക്കുന്നതായി കാണിക്കുന്നു. ഇനി സിനിമയിൽ വന്നിട്ടുള്ള ഒരു വലിയ പോരായ്മയും സിനിമയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. വലിയ പോരായ്മയായി തോന്നിയിട്ടുള്ളത്, ഒന്ന്, സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കോമഡി രംഗങ്ങളാണ്. പ്രത്യേകിച്ചും പ്രഭാസിന്റെയും അന്നാബിന്റെയും കഥാപാത്രങ്ങൾ ഫൈറ്റിനിടയിലും മറ്റും നടത്തുന്ന കോമഡി രംഗങ്ങൾ. ഫൈറ്റിനിടയിൽ അന്നാബൻ നടത്തുന്ന കോമഡികൾ അത്ര ബോറായിട്ടില്ല എങ്കിലും പ്രഭാസ് ഇങ്ങനെ ഫൈറ്റിനിടയിൽ നടത്തുന്ന കാര്യങ്ങൾ, അതും വളരെ സീരിയസ് ആയിട്ടുള്ള ഫൈറ്റിനിടയിൽ പോലും നടത്തുന്ന കോമഡി രംഗങ്ങൾ വളരെ അരോചകമായിട്ടാണ് തോന്നിയത്. ഈ ഒരു കഥാപാത്രം ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കഥാപാത്രത്തെ മാർവലിന്റെ ഡെഡ്പൂളിൽ നിന്നോ സ്റ്റാർ ലോഡിൽ നിന്നോ എല്ലാം കോപ്പി അടിച്ചിട്ടുള്ളതാകാമെന്നാണ്. ഈ സ്റ്റാർ ലോഡും ഡെഡ്പൂളും എല്ലാം ഇതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഫൈറ്റിനിടയിൽ പോലും കോമഡികൾ കാണിക്കാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമുക്ക് ബോറായി തോന്നാതെ ഇരുന്നത് ആ കഥാപാത്രങ്ങളെ മാത്രമല്ല, ആ കഥാപാത്രങ്ങളുള്ള ആ സിനിമകളെ പോലും കോമഡിയുടെ രൂപത്തിലായിരുന്നു സംവിധായകർ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്കിടയിലാണ് ഈ ഒരു കഥാപാത്രം ഇത്തരം കോമഡികൾ, അനാവശ്യമായിട്ടുള്ള കോമഡികൾ കൊണ്ടുവന്നിരുന്നത്. സോ അത് സിനിമയുടെ ആസ്വാദനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. മറ്റൊന്ന്, ഇതുപോലെ കൊണ്ടുവന്നിട്ടുള്ള അനാവശ്യമായിട്ടുള്ള പാട്ടും റൊമാൻസ് സീനുകളുമാണ്. ഇനി സിനിമയിൽ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിലൊന്നാമത്തേത് വാക്കാണ്ട. ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ശംബാല എന്ന നഗരം MCUവിലെ വാക്കാണ്ടയിൽ നിന്നും കോപ്പി അടിച്ചിട്ടുള്ളതാണ് എന്ന് 100% ഉറപ്പാണ്. വാക്കാണ്ട കാണിച്ചിരിക്കുന്നത് പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു നഗരം പോലെയാണ് ശംബാലയും സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആ ഒരു സിറ്റി മുഴുവൻ കവർ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫോഴ്സ് ഫീൽഡ് ഇവിടെയും ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം വാക്കാണ്ടയിൽ വൈബ്രേനിയം കൊണ്ടുള്ള പലതരം ആയുധങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇവിടെയും നീല നിറത്തിലുള്ള ഏതോ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് എല്ലാ ആയുധങ്ങളും നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ അവർ യുദ്ധത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഷീൽഡുകൾ പോലെയുള്ള കാര്യങ്ങളുമായി സാമ്യമുള്ളത് ഇവിടെയും കാണിക്കുന്നുണ്ട്.
ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർ ലോർഡിനെ പോലെ തന്നെയാണ് പ്രഭാസിനെയും ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. കൂടാതെ MCUവിലെ പോലെ ഷോക്കറിനെ പോലെയുള്ള ഒരു വില്ലൻ കഥാപാത്രം ക്യാപ്റ്റൻ അമേരിക്കയും തമ്മിലുള്ള ഫൈറ്റ് പോലെ ഇവിടെ അശ്വത്ഥാമാവുമായിട്ടുള്ള ഫൈറ്റ്, ഏജ് ഓഫ് അൾട്രോണിൽ അയൺമാന് കിട്ടുന്ന ഒരു വിഷൻ പോലെ തന്റെ കൂടെയുള്ളവരെല്ലാം വീണ് കിടക്കുന്നത് പോലെയുള്ള ഒരു കാര്യം ഇവിടെ ദീപിക പദുക്കോണിന്റെ കഥാപാത്രവും മുൻകൂട്ടി കാണുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ അവതാറിലെ പോലെ അവർ ആരാധിക്കുന്ന ഒരു മരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല സിനിമകളിൽ നിന്നും കോപ്പി ചെയ്തിട്ടാണ്, പ്രത്യേകിച്ചും മാർവലിൽ നിന്നും മറ്റും കോപ്പി ചെയ്തിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നും തോന്നിയിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാം നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.